കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വന്നത് എന്തായിരുന്നു? ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സ്. അതിൽ ഫ്യൂറാൻ അത് തുടങ്ങിയിരുന്നു. ഫ്യൂറാൻ is a 5-membered heterocyclic compound containing one oxygen atom in the ring. ഫ്യൂറാന് IUPAC കഴിഞ്ഞ സമ്മർദ്ദത്തിൽ അതിൻ്റെ പേര് ഓക്സോൾ എന്നാണ്. ദിസ് ഈസ് ദ IUPAC നെയിം ഓഫ് ഫ്യൂറാൻ, ഓക്സോൾ. കാരണം ഉപയോഗിക്കൽ കുറവാണ്, കാരണം ഈ ട്രിവിയൽ നെയിം തന്നെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഫ്യൂറാൻ അല്ല, ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സിനൊക്കെ സ്വന്തമായ ഒരു പേരുണ്ട്. IUPAC നെയിമിനേക്കാൾ കൂടുതൽ കോമൺ ആയിട്ട് പ്രചാരത്തിലുള്ള പേര് ഫ്യൂറാൻ എന്ന് തന്നെയാണ്. പക്ഷേ ശ്രദ്ധിക്കുക, IUPAC നെയിം ഓഫ് ഫ്യൂറാൻ ഈസ് ഓക്സോൾ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെറിയൊരു മെത്തേഡ് കണ്ടിരുന്നു, പ്രിപ്പറേഷൻ മെത്തേഡ് ഒരെണ്ണം കണ്ടിരുന്നു. എന്തായിരുന്നു? ദാറ്റ് ഈസ് ഫ്രം മ്യൂസിക് ആസിഡ് അല്ലേ? മ്യൂസിക് ആസിഡ് COH CHOH 4 times COH. Music acid on dry distillation is converted into furoic acid or furan 2 carboxylic acid. It is decarbos. എന്നാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ ചെറിയ ഒരു മിസ്റ്റേക്ക് പറ്റിയിരുന്നു. ഈ ഡീകാർബോസിന് ഉപയോഗിക്കുന്ന കാൽസ്യം ഓക്സൈഡ് സ്റ്റീം എന്ന് ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയതാണ്. ദാറ്റ് ഈസ് എ ക്വിനോളിൻ. ക്വിനോളിയം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ട്. അതിന്റെ പേരാണ്, അതിന്റെ പേര് മനസ്സിലാക്കിയത്. ഈ ഒരു ഹൈഡ്രോസൈക്ലിക് കോമ്പൗണ്ട് ആണ്. അത് ഡീകാർബോസിലേറ്റ് ചെയ്യുന്നതാണ്. ഇൻ ദ പ്രസൻസ് ഓഫ് എ കോപ്പർ കാറ്റലിസ്റ്റ് ഈസ് കൺവേർട്ടഡ് ഇൻടു. അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ചെറുതായിട്ട് തിരുത്തുക. കഴിഞ്ഞ ദിവസം ഞാനോട് പറഞ്ഞിരുന്നത് കാൽഷ്യം ഓക്സൈഡ് ആൻഡ് സ്റ്റീം എന്നായിരുന്നു കഴിഞ്ഞ ക്ലാസ് പറഞ്ഞത്. അപ്പോൾ മാറിപ്പോയതാണ്. അപ്പോൾ ഇതൊരു മെത്തേഡാണ് ഫ്യൂറാന്റെ പ്രിപ്പറേഷനിൽ. ദാറ്റ് ഈസ് ഫ്രം മ്യൂസിക് ആസിഡ്. ഇതിന്റെ പേര് എന്താണ്? MUCI. മ്യൂസിക് മറ്റേ MUSIC അല്ല, MUCIC. മ്യൂസിക് ആസിഡ് ഈസ് എ ഡ്രൈ ഡിസ്റ്റിലേഷൻ. വെറുതെ ഡിസ്റ്റിൽ ഒന്നും ചേർക്കാം. ഡ്രൈ ഡിസ്റ്റിലേഷൻ പ്രൊഡ്യൂസസ് ഫ്യൂറോയിക് ആസിഡ്. ഇതിന്റെ പേര് ഫ്യൂറോയിക് ആസിഡ് ആണ്. or simply furan 2 carboxylic acid എന്നും പറയാം, which on decarboxylation is converted into furan. Decarboxylation ഉപയോഗിക്കുന്നത് കാൽഷ്യം ഓക്സൈഡ് സ്റ്റീവും അല്ല, കഴിഞ്ഞ ദിവസം പറഞ്ഞ് തിരുത്തുക. അത് ക്വിനോളിനും കോപ്പർ കാറ്റലിസ്റ്റും ആണ്. കോപ്പർ കാറ്റലിസ്റ്റ് ആണ്. ക്വിനോളിനും കൂടി ചേർത്തിട്ട് ഇത് ചൂടാക്കുമ്പോൾ ഫ്യൂറോയിക് ആസിഡ് ചൂടാക്കിയാൽ എന്ത് കിട്ടും? ഫ്യൂറാൻ കിട്ടും. ഒരു മെത്തേഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞാൽ ഈ കറക്ഷൻ അവിടെ ശ്രദ്ധിക്കാം. ഓക്കെ, വേറൊരു മെത്തേഡ് ഞാൻ പറഞ്ഞു, പെൻറ്റോസ് ഷുഗർ. ഈ പെൻറ്റോസ് ഷുഗർ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞാണ്. പെൻറ്റോസ് ഷുഗർ എന്ന് പറഞ്ഞാല് അത് 5 കാർബൺ ആയിട്ടുള്ള ഷുഗേഴ്സ് ആണ്. നമ്മൾ സാധാരണ ഗ്ലൂക്കോസും ഫ്രക്ടോസും ഒക്കെ ഹെക്സോസ് ആണ്. ഗ്ലൂക്കോസ് ആണ് ആൾഡോ ഹെക്സോസ് ആണ്. മറ്റേത് ഫ്രക്ടോസ് കീറ്റോ ഹെക്സോസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് 5 മെമ്പേർഡ് ഓർ ഇറ്റ് ഈസ് കോൾഡ് പെൻറ്റോസാൻസ്. നമ്മുടെ സ്റ്റാർച്ച് സെല്ലുലോസ് പോലെ തന്നെയുള്ള പ്ലാന്റ്സിലൊക്കെ കാണുന്ന സാധനമാണ് പെൻറ്റോസ് ഷുഗറിന്റെ ഒരു പോളിമറാണ് പെൻറ്റോസാൻസ്. ഇതിന്റെ ഫോർമുല C5H8O4N ടൈംസ്. നമുക്കറിയാം C6H10O5N ടൈംസ് ആണ് നമ്മുടെ എന്ത് സ്റ്റാർച്ചും സെല്ലുലോസും ഒക്കെ നമുക്കറിയാം. ഇതില് 6 കാർബണുള്ള കാർബോഹൈഡ്രേറ്റ്, 6 കാർബണുള്ള മോണോമറിക് യൂണിറ്റുകൾ പോളിമറാണ്. നമ്മളെ ഗ്ലൂക്കോസിന്റെ ഫ്രക്ടോസിന്റെ ഒക്കെ പോളിമറായിട്ട് വരുന്നതാണ് ഇങ്ങനത്തെ ക്ലോൺ. ഇതെന്താണ്? ഇത് 5 കാർബണുള്ള കോമ്പൗണ്ട്. 5 കാർബണുള്ള പോളിമറാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് നമ്മൾ ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് C5H10O5. ഒരു വാട്ടർ കൂടി ചെയ്താൽ ഒരു വാട്ടർ ചേർന്നാൽ കിട്ടുന്നതായിരിക്കും കിട്ടുക. C5H10O5. അതിന്റെ ഫോർമുല ഇങ്ങനെ ആയിരിക്കും. CHOH CH2OH. CHOH 4 ടൈംസ് ആയ ഗ്ലൂക്കോസ് ആയി ഞങ്ങൾ പറയും. ഇതാണ് ഒരു പെൻറ്റോസ് ഷുഗർ. ഇങ്ങനത്തെ സാധനമാണ് പെൻറ്റോസ് ഷുഗർ. 5 കാർബണുള്ള ഷുഗേഴ്സ് ആണ് പെൻറ്റോസ് ഷുഗർ. കാർബോഹൈഡ്രേറ്റ് ആണ്. C5 1 1 3 4 1 5 H10 1 1 6 7 7 3 10 O5 1 3 4 1 5. ഇതാണ് ഇതിന്റെ മോളിക്കൽ ഫോർമുല എഴുതിയിരിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടല്ലോ? അപ്പൊ നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയാൽ നല്ലതാണ്. തൽക്കാലം മനസ്സിലാക്കുക. ഈ പറഞ്ഞ പെൻറ്റോസാൻസ് ഇതിന്റെ പേരാണ്
പെൻഡോസാൻസ്. ഇവിടെ എഴുതിയിട്ടുണ്ട് പെൻഡോസാൻസ്. ആൻഡ് ദാറ്റ് ഈസ് ഫൗണ്ട് ഇൻ അഗ്രികൾച്ചറൽ വേസ്റ്റ്. അഗ്രികൾച്ചറൽ വേസ്റ്റിൽ നേരിടുന്ന ഒരു സാധനമാണ് ഈ പറഞ്ഞ പെൻഡോസാൻസ് എന്ന് പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ റൈസ് ഹസ്ക്. റൈസ് ഹസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നെല്ലിന്റെ പുറത്തുള്ള തോല്, നമ്മുടെ ഭൂമി എന്ന് പറയുന്ന സാധനം റൈസ് ഹസ്ക് എന്ന് പറഞ്ഞത്. അതുപോലെ ഓട്ട് ഹൾ, ഓട്സിന്റെ അതേപോലെ അതിന്റെ പുറത്തൊലിയാണ് ഓട്ട് ഹൾ, റൈസ് ഹസ്ക്, അല്ലെങ്കിൽ ഈവൻ നമ്മുടെ വൈക്കോലില്ലേ അതിലൊക്കെ അടങ്ങിയിരിക്കുന്ന ഒരു കോമ്പൗണ്ട് ആണ് പെൻഡോസാൻസ്. Pentosanes are polymers of pentose sugars, just like starch and cellulose are polymers of hexose. ഹെക്സോസിന്റെ പോളിമർ ആണ് നമ്മുടെ സെല്ലുലോസ്, സ്റ്റാർച്ച് ഒക്കെ. അതേപോലെ പെൻഡോസിന്റെ ഒരു പോളിമർ ആണ് പെൻഡോസാൻ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ അഗ്രികൾച്ചർ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വേസ്റ്റ് ആണ്. വേറെ ഉപയോഗമുണ്ടെങ്കിലും വേസ്റ്റ് എന്നാ പറയാ. റൈസ് ഹസ്ക് മനസ്സിലാണ്. റൈസ് ഹസ്ക് എന്ന് പറഞ്ഞാല് മലയാള ഭാഷയിൽ ഉമി എന്ന് പറയും, അറിയാം. ഓട്ട് ഹൾ, അതുപോലെ ഓട്സിന്റെ ധാന്യമാണ് ഓട്സ്, നമുക്കറിയാം. അതിന്റെ പുറന്തല്ലിയാണ് ഓട്ട് ഹൾ എന്ന് പറയുന്നത്. ഇതിനൊക്കെ ഇഷ്ടം പോലെ ഈ പെൻഡോസാൻ ഉണ്ട്. അപ്പൊ അതിന് നമ്മൾ ആസിഡ് ചേർത്തിട്ട് ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ പറഞ്ഞ പെൻഡോസ് ഷുഗേഴ്സ് കിട്ടും. ഇതിനെ വീണ്ടും ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രോളിസിസ് ഓഫ് ദിസ് ഇൻ ദ ആസിഡ് മീഡിയം for the presence of an acid, we can see that this pentose sugars are hydrolyzed into, are converted into acid in the presence of constant dilute sulfuric acid. Eating pentose sugars converted into this compound that is a furan 2 aldehyde. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു അതിന്റെ പേര് ഫർഫ്യൂറാൽ എന്ന് പറയും. ഫർഫ്യൂറാൽ അല്ലെങ്കിൽ വേണമെങ്കിൽ ഇതിനാ 2,4-മൈൽ ഫ്യൂറാൻ എന്ന് പറയും. മനസ്സിലാകുന്നല്ലോ? 2,4-മൈൽ ഫ്യൂറാൻ അല്ലെങ്കിൽ അതിന്റെ കോമൺ നെയിമാണ് ഫർഫ്യൂറാൽ. FURAL ഫർഫ്യൂറാൽ. ഇത് സിംപ്ലി പേരിട്ട് എളുപ്പത്തിൽ ഓർമ്മിക്കാൻ പറ്റുന്നത് ഫ്യൂറാൻ 2 ആൽഡിഹൈഡ് നമുക്ക് പറയാം. ഈ കോമ്പൗണ്ട് കിട്ടും. ഇതിനെ നമ്മള് എന്ത് ചെയ്യണം? നമ്മള് ഡീകാർബോണിലേറ്റ് ചെയ്യാം. ഡീകാർബോക്സിലേറ്റ് അല്ല, കാർബോക്സിലേഷൻ മീൻസ് കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡുകൾ കണ്ടാൽ മനസ്സിലായത്. ഡീകാർബോണൈലേഷൻ എന്ന് പറയും. CO റിമൂവ് ചെയ്യാം. ഡീകാർബോക്സിലേഷൻ എന്താണ്? CO2 റിമൂവ് ചെയ്യുക, ഇതിനെ ഡീകാർബോണിലേറ്റ്. അതിനുള്ള റിയേജന്റ് ആണ് അതിനുള്ള കാൽസ്യം ഓക്സൈഡ് ആൻഡ് സ്റ്റീം. അതാ കഴിച്ച മാറിപ്പോയെന്ന് പറഞ്ഞത്. ഇവിടെയാണ് ഇവിടെ കാൽസ്യം ഓക്സൈഡ് ആൻഡ് സ്റ്റീം ഉപയോഗിക്കുന്നത്. ആ കണ്ടീഷനിൽ എന്തായി മാറും? ഇത് ആ CHO ഗ്രൂപ്പ് പോയിട്ട് നമ്മൾക്ക് വേണ്ട കോമ്പൗണ്ടായ ഫ്യൂറാൻ കിട്ടും. So a pentose sugar which in turn is obtained from pentosanes, which in turn is obtained from agricultural waste like rice husk, oat hull etc. അപ്പോൾ അവിടെ തുടങ്ങി അതിൽ നിന്ന് ആദ്യം പെൻഡോസാൻ കിട്ടി. പെൻഡോസാൻ എന്തായി? പെൻഡോസ് ഷുഗേഴ്സ് ആക്കി മാറ്റി. അതിനാ എന്ത് ചെയ്യുക? സൾഫ്യൂരിക് ആസിഡ്, ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ that is converted into furfural, which can be decarbonated in steam in the presence of calcium oxide into furan. അത് വേറെ മെത്തേഡ്. ഈ രണ്ട് മെത്തേഡ് ഓർത്തോ മതി, ഇത്ര വേണ്ടു. നേരത്തെ മെത്തേഡ് എവിടുന്നായിരുന്നു? മ്യൂസിക് ആസിഡിൽ നിന്നാണ്. ഇത് വേറെ മെത്തേഡാണ്. ഓക്കെ, ഇറ്റ് ഈസ് അബൌട്ട് ദ പ്രിപ്പറേഷൻ ഓഫ് എ ഫ്യൂറാൻ. ഇനി അതിന്റെ പ്രോപ്പർട്ടീസ് ആണ് നമുക്കറിയാം. പ്രിപ്പറേഷൻ അടുത്ത പ്രോപ്പർട്ടീസ് ആണ്. പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് എ കളർലെസ് ലിക്വിഡ് വിത്ത് എ ക്ലോറോഫോം ലൈക്ക് സ്മെൽ. ഒരു ക്ലോറോഫോം പോലെയുള്ള സ്മെല്ല്. ക്ലോറോഫോമിന്റെ സ്മെല്ല് അറിയാമെങ്കിലും ഒക്കെ, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ക്ലോറോഫോമിന് പോലെ തോന്നുന്ന സ്മെല്ലുള്ള ഒരു കളർലെസ് ലിക്വിഡ് ആണ്. ഹൈലി ഇൻഫ്ലേമബിൾ, വളരെ ഹൈലി ഇൻഫ്ലേമബിൾ ആണ് ഫ്യൂറാൻ എന്ന് പറയുന്ന സാധനം. ആൻഡ് ഇറ്റ് ഈസ് ഓൺലി സ്ലൈറ്റ്ലി സോലബിൾ ഇൻ വാട്ടർ ബട്ട് freely soluble in organic solvents like say acetone, ethanol, ether. ഇതിലൊക്കെ വളരെ ഈസിലി സോല്യൂബിൾ ആണ്. അതേസമയത്ത് വാട്ടറിൽ ഓൺലി സ്ലൈറ്റ്ലി സോല്യൂബിൾ ആണ്. ഇതിന്റെ പ്രത്യേകത പറഞ്ഞത് ഹൈലി ഇൻഫ്ലേമബിൾ ആണ്. ഓക്കെ, ലിക്വിഡ് ആണ്. മനസ്സിലായില്ല? ആൻഡ് ഇത്രയൊക്കെ മതി ഇതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഇനി കെമിക്കൽ നോക്കാം, പ്രധാനം. റിയാക്ഷൻസ് നോക്കി കഴിഞ്ഞാൽ യു കെൻ സി. ആദ്യം ഒന്നും കൂടി മനസ്സിലാക്കുക. ഫ്യൂറാൻ ഇതൊരു സിമെട്രിക് മോളിക്യൂളാണ്. കേട്ടോ, മനസ്സിലാകുന്നത്. ഈ കാർബണും ഒരുപോലെയാണ്, യാതൊരു വ്യത്യാസമില്ല. ഈ കാർബണും നമ്പറിംഗ് പോയി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. നമ്പർ ഹൈഡ്രോസൈക്ലിക് പൊസിഷൻസ് ഇൻ ദി ഹൈഡ്രോസൈക്ലിക്
compounds, you always give a number 1 to the heteroatom. 1. അപൂർവ കേസിൽ മാത്രം മാറ്റും. മിക്കവാറും എല്ലാ കേസിലും ഹെറ്ററോആറ്റം 1 കൊടുക്കുക. അതിനുശേഷം ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് 2, 3, 4, 5 എന്ന് കൊടുക്കും. And we can definitely say, looking into this, that position number 2 and 5 are identical, no difference at all. And 3 and 4 are identical, but 2 and 3 is different, and 4 and 5 are also different. ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്, ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്, പക്ഷേ ഇതും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. അപ്പോൾ രണ്ട് ടൈപ്പ് കാർബൺ ആണുള്ളത്. ഇത് രണ്ട് 2, 5 is called usually alpha positions, and these are called of course beta positions. രണ്ട് ടൈപ്പ് ആൽഫ കാർബൺ ഉണ്ട്. എല്ലാ 5 മെമ്പർ റിംഗ് മോണോ ഹെറ്ററോആറ്റമുള്ള എല്ലാ 5 മെമ്പർ പ്യൂറാൻ ആയാലും തയോഫീൻ ആയാലും പൈറോൾ ആയാലും ഒക്കെ ഇവിടെ നൈട്രജൻ വന്നാലും സൾഫർ വന്നാലും രണ്ട് ടൈപ്പ് കാർബൺ ആറ്റം മനസ്സിലാക്കുക. ആൽഫ കാർബൺ ആറ്റം ആൻഡ് ബീറ്റ കാർബൺ ആറ്റം. 2 and 5 are called alpha positions, and sometimes 5 is called alpha dash, 3 is called beta, and 4 is called beta dash. Remember, alpha and alpha dash positions are exactly identical as long as there is no other substitute. ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഒന്നും വന്നില്ലെങ്കിൽ വ്യത്യാസമുണ്ട്. വരുമ്പോൾ വ്യത്യാസം വരിക, മനസ്സിലായില്ലേ? വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് ഒന്നും ഇല്ലെങ്കിൽ ആൽഫയും ആൽഫ ഡാഷ് ഒരുപോലെയാണ്, ബീറ്റയും ബീറ്റ ഡാഷ് ഒരുപോലെയാണ്. രണ്ട് ടൈപ്പ് കാർബൺ ഉള്ളത് മനസ്സിലാക്കുക. നമ്പറിംഗ് ഓൾവേസ് സ്റ്റാർട്ട് ഫ്രം the heteroatom, that is oxygen, and proceeds in the anti-clockwise direction. Okay. Now, if you look at the structure of furan, furan first of all understand that it is an aromatic compound. Furan is an aromatic compound. You can see that each of the 4 carbon atoms and 1 oxygen atom all are sp2 hybridized. എല്ലാം sp2 hybridized ആണ്. കാർബൺ നിങ്ങൾക്കറിയാം, കാർബൺ sp2 hybridized ആകുമ്പോൾ കാർബൺ നമ്മൾ 4 ഇലക്ട്രോൺസ് ഉണ്ട്. s2 e2 ഈ 4 ഇലക്ട്രോൺ ഇതാ 1, 2, 3, 4 ഇതിനായിട്ട് ഇത് ഹൈബ്രിഡൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ sp2 ആകുമ്പോൾ എന്താണ്ടാവുക? sp2 ആകുമ്പോൾ ഇവിടം വരെ മാത്രമേ എടുക്കൂ. You can see that sp2 hybridization result in the formation of നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ട് 3 identical or exactly identical sp2 orbitals and 1 unhybridized p orbital. We usually represent it as sometimes p z എന്നൊക്കെ പറയും. p എന്ന് പറഞ്ഞാൽ മതി. Unhybridized p orbital bearing 1 electron, and each of the sp2 orbital, all of them bearing 1 electron each. അതുകൊണ്ടാണ് ഈ കാർബൺ 3 കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യും. അതിനുശേഷം ഒരു s5 ബോണ്ട് ഫോം ചെയ്യപ്പെടും. കാരണം എന്താണ്? ബിക്കോസ് ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ ഓഫ് ദി ഇതൊക്കെ പറയുന്നത് ഡെൻസിറ്റി സർക്കിൾ. ഇവിടെ അതുപോലെയാണ് ഏകദേശം. അപ്പോൾ കാർബണിന്റെ കേസിൽ, ഓക്സിജന്റെ കേസ് വരുമ്പോൾ അതും sp2 തന്നെയാണ്. And you know the number of electrons in oxygen is 2 more than that is present in carbon. 2 ഇലക്ട്രോൺ കൂടുതലുണ്ട് അല്ലേ? കാരണം കാർബൺ, നൈട്രജൻ, ഓക്സിജൻ. കാർബൺ 4ാമത്താണ്, ഓക്സിജൻ 6ാമത്താണ്, s2p4 ആണ്. മറ്റേത് s2p2 ആണ്. s2p4 എന്ന് വരുമ്പോൾ 1, 2, 3. You can see that s2p4 1, 2, 3 ഇങ്ങനെ ഉണ്ടാവുക. s2p4 ആരെ ഓക്സിജന്റെ കേസിൽ ഇങ്ങനെ ഉണ്ടാവുക. And it undergoes sp2 hybridization. We can see that there is 3 sp2 orbitals അല്ലേ? 3 sp2 orbitals ഉണ്ടാവും hybridized ചെയ്യുന്ന ഈ 3 എണ്ണം. You can see that എന്താണ്ടാവുക? each one bears a 1 then each one bears a 1 electron each, and one of the sp2 orbital bears a 2 electrons. മനസ്സിലായില്ലേ? ഓരോന്നിനും മാക്സിമം പോയാൽ എത്രയാവുക? 1, 2, 3, 4 ഏതെങ്കിലും ഒന്നിൽ ഇതിലുണ്ടാവും, ഇതിലും ഉണ്ടാവും. ഇപ്പൊ എത്രയായി? 6. sp2 hybridization. sp2 hybridization means 1 s orbital and 2 p orbitals. This sp2 hybridization result in 3 equivalent orbitals having 1, 1 and 2 electrons. Okay. And the unhybridized p orbital also has 2. ഇതിപ്പോ hybridized orbital ആണ്, ഇത് unhybridized p orbital ആണ്.
അതിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ സത്യം പറഞ്ഞാല് ഇതിലുള്ള ഈ ഓർബിറ്റലും ഈ ഓർബിറ്റൽ ഉപയോഗിച്ച് ഈ കാർബണായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നു. പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ദിസ് sp2 one sp2 ഓർബിറ്റൽ, another sp2 ഓർബിറ്റൽ, the third sp2 ഓർബിറ്റൽ. ഇതെന്താണ്? ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഇത് കാർബണായിട്ട് ബോണ്ട്, ഈ കാർബണിന്റെ sp2 ഓർബിറ്റലായിട്ട് ഇങ്ങനെ ബോണ്ട് ഫോം ചെയ്യുന്നു, മറ്റേ കാർബണായിട്ട് ഇങ്ങനെ ഫോം ചെയ്യുന്നു. ഓക്കെ, now we have a p orbital with two electrons, a pair of electrons, and of course another sp2 orbital with 2. ഇതിൽ 2 ഇലക്ട്രോൺ ഉണ്ട്, അത് ഒരു ലോൺ പെയർ ആയിട്ട് അവിടെ ഉണ്ടാവും. മറ്റേ p ഓർബിറ്റൽ 2 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഓരോ കാർബണിലും ഓരോ അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റലിൽ ഓരോ ഇലക്ട്രോണും, ഒരു ഇലക്ട്രോൺ ഇവിടെ, ഒന്ന് ഇവിടെ. ഓക്കെ, എല്ലാത്തിലും ഓരോ ഇലക്ട്രോൺ. കാർബൺ ഡൈഓക്സൈഡ് ബെൻസീൻ പോലെ തന്നെ യാതൊരു വ്യത്യാസമില്ല. when we come to oxygen it has a p orbital perpendicular, ഇതെല്ലാം പെർപെൻഡിക്കുലർ ആണ്, having 2 electrons. ഇവിടെ 2 ഉണ്ട്, ഇവിടെയൊക്കെ ഓരോ ഇലക്ട്രോണേ ഉള്ളൂ. ഇതിനൊക്കെ ഓരോ ഇലക്ട്രോൺ ഉണ്ട്, മറ്റേതിൽ എന്തുണ്ട്? 2 ഇലക്ട്രോൺ ഉണ്ട്. of course there is an sp2 orbital which has 2 electrons. ഈ 2 ഇലക്ട്രോൺ പുറത്തുണ്ട്, ഒരു ലോൺ പെയർ വരെ. മനസ്സിലാകുന്നില്ല? ഇതാണ് ഓക്സിജന്റെ സ്ഥിതി. അപ്പൊ ഓക്സിജന്റെ മുകളിൽ 4 ഓർബിറ്റൽ, 3 sp2 ഓർബിറ്റലും ഒരു p ഓർബിറ്റൽ, അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റൽ. 2 of the sp2 orbitals have 1 electron each, and the other sp2 orbital has 2 electrons. That is directed away from the ring, പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ്. And we can see the p orbital which is unhybridized bears 2 electrons. അപ്പൊ എല്ലാ p ഓർബിറ്റലും തമ്മിൽ ഡീലോക്കലൈസ് ചെയ്യുമ്പോൾ ബെൻസീനെ പോലെ തന്നെ ഡീലോക്കലൈസ് ചെയ്യും. We can see that 1 4 കാർബണിലുള്ള 4 ഇലക്ട്രോണും ഓക്സിജനിലുള്ള 2 ഇലക്ട്രോൺ, അങ്ങനെ 6 ഇലക്ട്രോൺ. 6 ഇലക്ട്രോൺ നമുക്കറിയാം അരോമാറ്റിക് സെക്സ്റ്ററ്റ്. ഈ അരോമാറ്റിക് സെക്സ്റ്ററ്റ് എന്ന് പറഞ്ഞാൽ 6 ഇലക്ട്രോണിന്റെ ഡീലോക്കലൈസ് സിസ്റ്റം ഓഫ് 6 pi ഇലക്ട്രോൺസ് റിസൾട്ട് ഇൻ അരോമാറ്റിക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ 6 ഇലക്ട്രോൺ വരുന്നത് ഇങ്ങനെയാണ്. ബെൻസീനിൽ അങ്ങനെ എന്താണ്? ബെൻസീനിൽ ഓരോ 6 കാർബൺ ഉണ്ട്. ഈച്ച് കാർബൺ ഹാസ് 1 ഇലക്ട്രോൺ ഇൻ ദി p orbital, and if all the p orbitals which are perpendicular to the plane undergo delocalization, complete delocalization, there is aromaticity in benzene, we say. ഇവിടെ 5 ആറ്റങ്ങളെ ഉള്ളെങ്കിലും 5ാമത്തെ ആറ്റം ഓക്സിജൻ ആണ്. അതിൽ ഒന്നിന് പകരം 2 ഇലക്ട്രോൺ ഉണ്ട് അതിന്റെ p ഓർബിറ്റലിൽ. So we can see that this unhybridized p orbital, this also contributes to aromaticity. ഈ 2 ഇലക്ട്രോൺ പോയി അത് ഇവിടെ ഉണ്ട്, ഇതുകൂടെ പോയി അത് ഇവിടെയും ബോണ്ട് ഫോം ചെയ്ത്. കാരണം ഇവിടെ ഹൈഡ്രജൻ ഇല്ല, ശ്രദ്ധിക്കുക, ഇവിടെയൊക്കെ ഹൈഡ്രജൻ ഉണ്ട്. ഈ കാർബണെ സംബന്ധിച്ചിടത്തോളം 3 sp2 ഓർബിറ്റൽ മാത്രമേ ഉള്ളൂ, അല്ലേ? 3 sp2 ഓർബിറ്റൽ ഉണ്ടാവും. 3 sp2 ഓർബിറ്റൽ ഓരോ ഇലക്ട്രോൺ ഉണ്ട്, ഒന്ന് ഇങ്ങോട്ട് ഷെയർ ചെയ്ത്, ഒന്ന് അങ്ങോട്ട് ഷെയർ ചെയ്ത്, ഒന്ന് ഹൈഡ്രജനിലേക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ അൺഹൈബ്രിഡൈസിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. ആ ഒരു ഇലക്ട്രോൺ ഇവിടെ ഉണ്ട്, ഒന്ന് ഇവിടെ ഉണ്ട്. ഇവിടെ ഓക്സിജൻ നമ്മളിൽ 2 ഉണ്ട്. ഇതൊക്കെ ഈ പ്ലെയിൻ ഓഫ് ദി 5 മെമ്പർ റിങ്ങിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരക്കാം. ഒന്ന് കാർബൺ, ഇത് ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ് ഓക്സിജൻ. ഇത് ഓക്സിജൻ ആണ്. ഇവിടെ 2 ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ ഒന്ന്. ഇതിന്റെ delocalization ആണ് leading to aromaticity. You can see that these electrons are delocalized like this. മനസ്സിലായില്ലേ? അപ്പോഴേ just like that in benzene we can see there is a system of complete delocalized system of 6 electrons, 4n plus 2 എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. So 6 pi electrons are there and it is an aromatic compound. Is it clear? അപ്പോൾ എന്തുകൊണ്ടാണ് ഫ്യൂറാൻ explain the aromaticity of furan എന്ന് പറഞ്ഞാൽ in furan all the 4 carbon atoms and 1 oxygen atom are sp2 hybridized. Each carbon has 3 sp2 orbitals bearing single electrons and 1 unhybridized p orbital bearing a single electron. In the case of oxygen it has a it is also sp2 hybridized, but it has 2 more electrons compared to carbon, and we can see that 2 of the sp2 orbital which bonds with the carbon, bearing 1 electron, and the other sp2 orbital bearing 2 electrons which remains as a lone pair. The unhybridized p orbital which is perpendicular to the plane of the molecule bears 2 electrons or a pair of electrons. So this pair of electrons plus 4 electrons, one each from 4 carbon atom,
Yes, altogether makes 6 pi electrons, and all these p orbitals are perpendicular to the plane of the molecule so that they can undergo complete delocalization, resulting in the aromatic nature of a furan. Is it clear? Furan aromatic nature. ഇതേപോലെ തന്നെ മറ്റെല്ലാം പോകുമ്പോൾ മറ്റുപോലത്തെ തയോഫീനും പരോളും ഒക്കെ ഉണ്ട്. നമ്മൾ അതിലേക്ക് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ലാത്ത തൽക്കാലം പോകുന്നില്ല. ഫ്യൂറാൻ അരോമാറ്റിക് എന്ന് മനസ്സിലാക്കുക. ആൻഡ് അരോമാറ്റിക് കോമ്പൗണ്ട്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിയാക്ഷൻ എന്താണ്? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അല്ലേ? ബെൻസീനെ പറ്റി പഠിച്ചിട്ടുണ്ട്. ബെൻസീന് അല്ലെങ്കിൽ ഏത് അരോമാറ്റിക് കോമ്പൗണ്ട് ആയാലും ടിപ്പിക്കൽ റിയാക്ഷൻ ഓഫ് അരോമാറ്റിക് കോമ്പൗണ്ട്സ്, even though they contain large number of double bonds, their typical reaction is not a substitution, it is not a addition but a substitution. ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ട്സ് ആണ് അൺസാച്ചുറേറ്റഡ് ആണ്, പക്ഷെങ്കിൽ അത് ബെൻസീനിൽ വരുമ്പോൾ അത് അൺസാച്ചുറേറ്റഡ് ആണെങ്കിൽ പോലും അത് എന്തല്ല അത് അഡീഷണൽ റിയാക്ഷൻ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് തരുന്നുള്ളൂ. കാരണം എന്താണ്? ബിക്കോസ് ഓഫ് ദിസ് അരോമാറ്റിസിറ്റി കൊണ്ടാണ്. നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെയും അരോമാറ്റിക് ആണ്. അപ്പം ബെൻസീൻ പോലെ തന്നെ ഇതിന്റെ ടിപ്പിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്. ഓർമ്മ എന്തൊക്കെയാണ്? നമുക്കറിയാം, നൈട്രേഷൻ, സൾഫോണേഷൻ, ഹാലജനേഷൻ, മിഡിൽ ക്രോസ് റിയാക്ഷൻ, എക്സെട്ര എക്സെട്ര. ഓൾ റിയാക്ഷൻസ് ആർ generally called a electrophilic substitution reaction. An electrophile attacks the base molecule and substitute one or more hydrogens. Hydrogen മാറിയിട്ട് അവിടെ electrophile വരും. NO2 പ്ലസ് വന്നിട്ട് എച്ചിനെ മാറ്റിയാൽ നൈട്രോബെൻസീനായി, Cl പ്ലസ് വന്നിട്ട് എച്ചിനെ മാറ്റിയാൽ ക്ലോറോബെൻസീനായി, CH3 പ്ലസ് വന്നിട്ട് ബെൻസീനെ മാറ്റിയാൽ മീഥൈൽ ബെൻസീൻ അങ്ങനെ ടൊളുവിനായി. ആൽക്കൈലേഷൻ, നൈട്രേഷൻ, സൾഫോണേഷൻ, ഹാലജനേഷൻ പഠിച്ചില്ലേ? ഇതിനൊക്കെ ജനറലായിട്ട് പറയുന്ന പേരാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ? ഓക്കെ, അപ്പം let us see some of the electrophilic substitution reaction of a furan. ചെറിയൊരു കുഴപ്പമുണ്ട്. ബെൻസീൻ പോലെ അല്ല. എന്താണ്? നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ബെൻസീൻ എടുത്തു കഴിഞ്ഞാൽ you can see that in benzene ഇത് നമ്മൾ നൈട്രേറ്റ് സൾഫർ സബ്സ്റ്റിറ്റ്യൂട്ട്, ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ഇവിടെയാലും എവിടെ വന്നാൽ ഒന്നിന് യാതൊരു വ്യത്യാസമില്ല. കാരണം എന്താണ്? all 6 carbon atoms in benzene are exactly identical, no difference at all. നമ്മൾ ക്ലോറോബെൻസീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലോറിൻ ഇവിടെ വരുത്താലും, അതല്ല ക്ലോറോബെൻസീൻ എന്ന് പറഞ്ഞിട്ട് ക്ലോറിൻ ഇവിടെ വരുത്താലും അല്ല ഇവിടെ വരുത്താലും എല്ലാം ഒരേ സാധനമാണ്. യാതൊരു നമുക്ക് എവിടെയും വരത്താം ധൈര്യമായിട്ട്. പക്ഷേ കം ടു ഫ്യൂറാൻ, നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞു കഴിഞ്ഞ് ഫ്യൂറാനില് 2 ടൈപ്പ് കാർബൺ ആറ്റം ഉണ്ട്. 2 ആൽഫ കാർബൺ ആറ്റവും 2 ബീറ്റ. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നതും ഇപ്പൊ ക്ലോറിൻ ഇവിടെ വരക്കുക, ഞാൻ ക്ലോറിൻ ഇവിടെ വരക്കുക. ഇത് രണ്ടും ഒന്നാണ്. പക്ഷേ ഇത് രണ്ടും ഒന്നല്ല. ഇതെന്താണ്? ദിസ് ഈസ് ആൽഫ ക്ലോറോഫ്യൂറാൻ ഓർ 2 ക്ലോറോഫ്യൂറാൻ. ദിസ് ഈസ് ബീറ്റ ക്ലോറോഫ്യൂറാൻ ഓർ 3 ക്ലോറോഫ്യൂറാൻ. എന്താണ്? ശ്രദ്ധിക്കുക, ഇങ്ങനെ വരച്ചാല് എന്താണ്? ഇതും ഒന്നാണ്, യാതൊരു സംശയമില്ല. ഇത് 2 ക്ലോറോ, ഇത് 2' ക്ലോറോ എന്നേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. ഇത് മറിച്ചിട്ട് അതുപോലെ ആയിരിക്കും. പക്ഷേ ഇത് വ്യത്യാസമാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ? Because of the presence of heteroatom, this carbon and this carbon are different in furan. Whereas in benzene, all 5 carbon atoms are exactly alike. അവിടെ ക്ലോറോബെൻസീൻ എന്ന് പറഞ്ഞ കൺഫ്യൂഷൻ, ക്ലോറോഫ്യൂറാൻ എന്ന് പറഞ്ഞ കൺഫ്യൂഷൻ ഉണ്ട്. 2 ക്ലോറോഫ്യൂറാൻ ഉണ്ടാവാം. ഒന്നെന്താണ്? ഒന്ന് ആൽഫ ക്ലോറോഫ്യൂറാൻ ഓർ 2 ക്ലോറോഫ്യൂറാൻ, മറ്റേത് ബീറ്റ ക്ലോറോഫ്യൂറാൻ ഓർ 3 ക്ലോറോഫ്യൂറാൻ. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ if an electrophilic substitution takes place on furan, there is of course a possibility of 2, but it is seen that only one product is formed, and that is the alpha substituted product. ഇപ്പോൾ ഫ്യൂറാനിലെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ്? അത് എപ്പോഴും നൈട്രേഷൻ അങ്ങനെ എന്താ കിട്ടുക? യു ഗെറ്റ് 2 നൈട്രോഫ്യൂറാൻ ഓർ ആൽഫ നൈട്രോഫ്യൂറാൻ. യു ഗെറ്റ് സൾഫോണേഷൻ, ഫ്യൂറാൻ 2 sulfonic acid, not furan 3 sulfonic acid. If you chlorinate it, you get a 2 chloro or alpha chlorofuran, alpha bromofuran. എല്ലാ സ്ഥലത്തും electrophile, the electrophile gets attached to the alpha position, not to the beta position. അതിന്റെ കാരണം നമ്മൾ പഠിക്കണം. എന്തുകൊണ്ടാണ് ഫ്യൂറാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുമ്പോൾ the substituent always enters the alpha position and not at the beta position. 2 സ്ഥലമുണ്ട്, 2 പക്ഷെ എപ്പോഴും ആൽഫയിൽ മാത്രമേ അത് പോകുന്നുള്ളൂ. അത് എന്താണ് നമുക്ക് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കും മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ മെക്കാനിസം നമ്മൾ പഠിച്ചിട്ടുണ്ട്. Isn't it? The mechanism of aromatic substitution. നിങ്ങൾക്ക് ഓർമ്മ വേണ്ട? ഇലക്ട്രോഫൈൽ. ഈ
ഇലക്ട്രോഫൈലിലേക്ക് ഇവിടെ എത്തിയപ്പോഴെങ്കിൽ എന്താ സംഭവിക്കുന്നത്? യെസ്, ഈ ഇലക്ട്രോഫൈല് ഇതാ ഇങ്ങനെ വന്ന് അല്ലേ അറ്റാച്ച് എന്ന് പറഞ്ഞാല് ഇതാ ഇതെന്തായി മാറും? ഇവിടെ ഹൈഡ്രജൻ കാണിക്കട്ടെ, ഈ ഹൈഡ്രജൻ നമ്മൾ എടുത്ത് കാണിക്കുന്നു, ഇതാ ഇങ്ങനെയായി മാറും. ഈ ഡബിൾ ബോണ്ട് പോയി, ഈ ഡബിൾ ബോണ്ട് പോയിട്ട് ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് വന്നു. പിന്നെ ഇതിന്റെ ഡീലോക്കലൈസ്ഡ് ഫോംസ് ഉണ്ട്, അതായത് ഇത് ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്ന പോസിറ്റീവ് ചാർജ് വരെ ഓടിയെത്തും, ഇവിടുന്ന് വരെ ഓടിയെത്തും. വരക്കാൻ സമയം ഏകദേശം ആയിട്ടുണ്ട്. ഇത് എടുക്കുന്ന ഒരു ക്യാമറയിലാണ്, അരമണിക്കൂർ കഴിയുമ്പോൾ കട്ടാവും. അതുകൊണ്ടാണ് ഞാൻ കൃത്യം 30 മിനിറ്റ് ആവാൻ നിർത്തുന്നത്. ഫോൺ എടുത്താൽ കുഴപ്പമില്ലായിരുന്നു, സാരമില്ല. എന്തായാലും അടുത്ത ബാക്കി നമുക്ക് അടുത്ത് ഇത് നിങ്ങളൊന്ന് നോക്കുക. അതായത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷന്റെ മെക്കാനിസം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് സെക്കൻഡ് വിശാലമായിട്ട്. സിഗ്മ കോംപ്ലക്സ് ഫോർമേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഈ പോസിറ്റീവ് ഇവിടെയും വന്ന് ഇവിടെ അവസാനം ഇങ്ങനെ വരച്ചിട്ടുണ്ട്. പോസിറ്റീവ് എന്നൊക്കെ വരച്ചവർ വേണം. അടുത്ത ക്ലാസ് നമുക്കൊന്ന് വിശദീകരിക്കാം. അപ്പൊ തൽക്കാലം ഇവിടെ നിർത്താൻ പോവാണ്. ഓക്കെ.